പ്രിയപ്പെട്ട കുട്ടികളെ, HS മാസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായത്തിലെ 7ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു കമ്പാരിസൺ ആണ്. റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ. ഇവിടെ റൂട്ട് എക്സ് പ്ലസ് വൈ, അതായത് എക്സും വൈ ആഡ് ചെയ്തിട്ട് റൂട്ട് എടുക്കുന്നു. ഇവിടെ റൂട്ട് എടുത്തിട്ട് ആഡ് ചെയ്യുന്നു. ഇതിലേതാണ് വലുത് അത് കണ്ടുപിടിക്കലാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. അതായത് വിച്ച് ഈസ് ഗ്രേറ്റർ, റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഓർ റൂട്ട് എക്സ് പ്ലസ് വൈ. നമുക്കൊരു കാര്യം ചെയ്യാം. എക്സ് യൂണിറ്റ് ഏരിയ ഉള്ള ഒരു സ്ക്വയറും വൈ യൂണിറ്റ് ഏരിയ ഉള്ള ഒരു സ്ക്വയറും ഇതുപോലെ എടുക്കാം. ഇത് ഒരു സ്ക്വയർ, അതിന് ഒരു ചേർത്ത് മറ്റൊരു സ്ക്വയർ വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഏരിയ എക്സ്, ഇതിൻ്റെ ഏരിയ വൈ. അപ്പോൾ എക്സ് യൂണിറ്റ് ഏരിയ ഉള്ള ഒരു സ്ക്വയറും വൈ യൂണിറ്റ് ഏരിയ ഉള്ള ഒരു സ്ക്വയറുമാണ് ഈ വൈറ്റ് സ്ക്വയറും യെല്ലോ സ്ക്വയറും. ഇതിന്റെ റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്യുമല്ലോ. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് വൺ സൈഡായിട്ട് മറ്റൊരു സ്ക്വയർ, അതായത് ഒരു ഗ്രീൻ സ്ക്വയർ കണ്ട. അപ്പൊ നീ പറയണ ശ്രദ്ധിച്ചോളൂ, ഇതിന്റെ ഏരിയ എക്സ് ആണ്, ഇതിന്റെ ഏരിയ വൈ ആണ്. അതായത് ഈ സ്ക്വയറിന്റെ ഏരിയയും ഈ സ്ക്വയറിന്റെ ഏരിയയും ഈ സ്ക്വയറിന്റെ ഏരിയയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ സ്ക്വയറിന്റെ ഏരിയയും ഈ സ്ക്വയറിന്റെ ഏരിയയും ചേരുന്നതാണ് ഈ സ്ക്വയറിന്റെ ഏരിയ. നമ്മൾ പൈതഗോറസ് തിയറം പഠിച്ചതിൽ, അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ബേസ് സ്ക്വയർ ആയിട്ട് സൈഡായിട്ടുള്ള ഒരു സ്ക്വയറും ആൾട്ടിറ്റ്യൂഡ് സൈഡായിട്ടുള്ള ഒരു സ്ക്വയറിന്റെ ഏരിയ ആഡ് ചെയ്യുന്നത് ഹൈപ്പോട്ടന്യൂസ് സൈഡായിട്ടുള്ള സ്ക്വയറിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഏരിയയും ഇതിന്റെ ഏരിയയും കൂടി ആഡ് ചെയ്യുന്നതാണ് ഇതിന്റെ ഏരിയ. അപ്പോൾ ഇതിന്റെ ഏരിയ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ആയിരിക്കും. ഇതിന്റെ ഏരിയ എക്സ്, ഇതിന്റെ വൈ, അപ്പോൾ ഇത് എക്സ് പ്ലസ് വൈ ആയിരിക്കും. ശരിയാണല്ലോ. ഇനി ഇതിന്റെ വൺ സൈഡ് എന്താ? ഹൈപ്പോട്ടന്യൂസ്, ഏരിയയുടെ റൂട്ട് എടുത്താൽ കിട്ടുന്നതാണ് വൺ സൈഡ്. അതായത് ഇത് റൂട്ട് എക്സ് ആയിരിക്കും, ഇതോ റൂട്ട് വൈ ആയിരിക്കും. ഇതിന്റെ വൺ സൈഡോ അതായത് ഏരിയ ഓഫ് യെല്ലോ സ്ക്വയർ ഈസ് എക്സ്, സോ വൺ സൈഡ് ഓഫ് റൂട്ട് എക്സ്. അതുപോലെ ഏരിയ ഓഫ് വൈറ്റ് സ്ക്വയർ ഈസ് വൈ, അപ്പോൾ വൺ സൈഡ് ഓഫ് വൈറ്റ് സ്ക്വയർ ഈസ് റൂട്ട് വൈ. അതുപോലെ ഏരിയ ഓഫ് ദിസ് ഗ്രീൻ സ്ക്വയർ ഈസ് എക്സ് പ്ലസ് വൈ, അപ്പോൾ വൺ സൈഡ് ഓഫ് ദിസ് സ്ക്വയർ ഈസ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇത് റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ ആണ്, ഇത് റൂട്ട് എക്സ് ആണ്, ഇത് റൂട്ട് വൈ ആണ്. നമുക്കറിയാം, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിന്റെ സം എപ്പോഴും മൂന്നാമത്തെ സൈഡിനേക്കാൾ കൂടുതലായിരിക്കും. ഏത് ട്രയാങ്കിൾ എടുത്താലും സം ഓഫ് ടു സൈഡ്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദി തേർഡ് സൈഡ്. അപ്പൊ ഇവിടെ ഈ സൈഡും ആഡ് ചെയ്യുന്നത് ഇതിനേക്കാൾ വലുതായിരിക്കുമല്ലോ. ഇത് റൂട്ട് വൈ, ഇത് റൂട്ട് എക്സ്. അപ്പൊ റൂട്ട് എക്സും റൂട്ട് വൈയും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് റൂട്ട് എക്സ് പ്ലസ് വൈനേക്കാൾ എങ്ങനെയായിരിക്കണം? കൂടുതലായിരിക്കും. അപ്പൊ സം ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് മോർ ദാൻ ദി തേർഡ് സൈഡ്, സോ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ റൂട്ട് എക്സ് പ്ലസ് വൈ. അതായത് റൂട്ട് എടുത്തിട്ട് ആഡ് ചെയ്യുന്നത് റൂട്ട് എടുക്കുന്നതിനേക്കാൾ എപ്പോഴും വലുതായിരിക്കും. ദിസ് വിൽ ബി ഗ്രേറ്റർ. അതായത് രണ്ട് നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് ആഡ് ചെയ്യുന്നത് അത് ആഡ് ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുന്നതിനേക്കാൾ വലുതായിരിക്കും. ക്ലിയർ ആയോ? ഒരു സിമ്പിൾ കമ്പാരിസൺ ആണ്. ജിയോമെട്രിക്കല് അതെങ്ങനെ പ്രൂവ് ചെയ്തായിട്ട് എങ്ങനെ നമുക്ക് തെളിയിക്കാമെന്നുള്ളതാണ് ഇവിടെ കാണിച്ചത്. റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഈസ് ഗ്രേറ്റർ ദാൻ റൂട്ട് എക്സ് പ്ലസ് വൈ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.